വദ്കുർ ഫിൽ കിതാബി മറിയം ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാന ശർഖിയാ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധമായ ഖുർആനിലൂടെ മറിയം ബീവിയെ കുറിച്ച് അല്ലാഹ് ഇതാ ചെറിയ ഒരു ഉദാഹരണം പഠിപ്പിച്ചു തരികയാണ്. മറിയം ബീവിയുടെ ചെവിയിൽ അല്ലാഹു ഈ ഉമ്മയെ കൊണ്ട് ഓതിക്കൊടുത്തു, ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. പടച്ചവനേ, പിശാചിന്റെ ശർറിൽ നിന്ന് എന്റെ മകളെയും എന്റെ മകൾക്കുണ്ടാകുന്ന മകനെയും പടച്ചവനേ പിശാചിനെ തൊട്ട് നീ സഹായിക്കണേ അല്ലാ. പിശാചിനെ തൊട്ട് സഹായിക്കണേ അല്ലാ ദുആ ചെയ്തു. കബൂലായി. فأرسلت إليها رسلا فأرسلت إليها فمثل لها بشرا سويا. മറിയം ബീവി ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. സുന്ദരിയായ പെണ്ണാണ്, ചെറുപ്പക്കാരിയാണ്. ആരോരുമില്ലാത്ത ഒറ്റപ്പെട്ട ഒരു തോട്ടത്തിൽ അവൾ താമസിക്കുമ്പോ അള്ളാഹു അവളെ ഒന്ന് പരീക്ഷിക്കുകയാ. ഒരു സുന്ദരനായ ചെറുപ്പക്കാരന്റെ കോലത്തില് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവളുടെ കൂടാരത്തിലേക്ക് അയക്കുകയാണ്. ആരുമില്ല, ഒറ്റയ്ക്കാണ്, ഒരു ചെറുപ്പക്കാരിയാണ്. അവളെ വിസ്മയിപ്പിക്കുന്ന സൗന്ദര്യത്തോടെ ഇതാ ഒരു ചെറുപ്പക്കാരൻ മുന്നിൽ വന്ന് നിൽക്കുകയാ. അല്ലാഹുവേ, ആ മഹദിയായ യുവതിയായ മറിയം ബീവി ചോദിക്കുകയാണ്, ആരാണടാ നീ? വളരെ ഗൗരവത്തോടെയാണ്. അല്ലാഹുവേ, ഈ പിശാചിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. പടച്ചവനെ, ഈ ചെകുത്താനിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. പക്ഷേ തന്നെ ആക്രമിക്കാമെന്ന ഒരു പുരുഷനാണെന്ന് കരുതിയിട്ട് ബഹുമാനപ്പെട്ട മറിയം ബീവി അലൈഹിസ്സലാം അല്ലാഹുവിനോട് കാവൽ തേടുകയാണ്. അല്ലാ, ഈ പിശാചിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. കണ്ടോ, ഒരു അന്യ പുരുഷൻ തന്നെ ആകർഷിക്കാൻ വന്നപ്പോ പെട്ടെന്ന് അല്ലാഹുവിലേക്ക് തിരിഞ്ഞു. അതാണ് പെണ്ണ് വേണ്ടത്. ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെണ്ണ് ഒരു അന്യ പുരുഷനാണ് വരുന്നതെങ്കിൽ ചിരിച്ച് സംസാരിച്ചാൽ നമ്മൾ ചിരിച്ച് സംസാരിക്കരുത്, ഗൗരവത്തോടെ സംസാരിക്കണം. ഭർത്താവ് മാർക്കറ്റിൽ പോയിരിക്കാണ്, ഭർത്താവ് വെളിയിൽ പോയിരിക്കാണ്, ഭാര്യ മാത്രമേ ഉള്ളൂ വീട്ടില്. പല ആളുകളും വരും. അപ്പൊ ഭർത്താവിനെ ചോദിച്ചു വരും. ഭർത്താവിനെ ചോദിച്ചു വരുമ്പം ചിരിച്ചുകൊണ്ടല്ല സംസാരിക്കാം, വളരെ ഗൗരവത്തോട്. അദ്ദേഹം ഇല്ല, അദ്ദേഹം മാർക്കറ്റിൽ പോയി, നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചാൽ മതി. അപ്പോൾ ഇവന്റെ മനസ്സിൽ കത്തും, ഓ ഭയങ്കര സാധനം തന്നെ അപ്പൊ ഇവള് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അപ്പൊ അവൻ അവിടെ നിൽക്കൂല. പെട്ടെന്ന് അവൻ അവിടുന്ന് വണ്ടി വിടും. ഇതല്ല പയ്യെ പതുക്കെ നിന്നിട്ട്, എവിടുന്ന് നിങ്ങളെ നെല്ലൂരിന്നുള്ളതാണ്, ഞാൻ ഇക്കാന്റെ നമ്പർ തരാം കേട്ടോ, നിങ്ങൾ അതിൽ വിളിച്ചാൽ മതി. അതിൽ കിട്ടിയില്ലെങ്കിൽ എന്റെ നമ്പറിലൊക്കെ ഒന്ന് വിളിച്ചോളി, തീർന്നു. പിന്നെ ഇക്കായ ആവശ്യമില്ല, പിന്നെ ഓളെ ആവശ്യമില്ല. ഇങ്ങനെ നമ്പർ കൊടുക്കാൻ നിൽക്കണ്ട, ചിരിക്കാൻ. നിങ്ങൾ ആ പള്ളിക്ക് പോയിട്ട് ചോദിച്ചാൽ അവിടെ കാണും, അല്ലെങ്കിൽ ആ പീടികയിൽ നോക്കിയാൽ മതി, അവിടെ കാണും. കഥ അടക്കി, തീർന്നു പരിപാടി അവിടെ. മറിയം ബീവി അങ്ങനെയാണ് പ്രതികരിച്ചത്. ഉടനെ ജിബ്രീൽ പറഞ്ഞു, ഇല്ല, ഞാനേ ചെറുപ്പക്കാരനോ പഴപ്പിക്കാൻ വന്നവനല്ല, ഞാൻ ഒരു പ്രവാചക അല്ല, ഞാനൊരു റസൂലാണ്. ഞാൻ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ്. എന്താണ് സന്തോഷ വാർത്ത? നിങ്ങൾക്കൊരു കുട്ടി അള്ളാഹു തരാൻ പോകുന്നു. അപ്പോൾ എന്നെ ഒരു പുരുഷന് സ്പർശിച്ചിട്ടുമില്ല, ഞാനൊന്ന് അഴിഞ്ഞാടി നടക്കുന്ന ഒരു പെണ്ണുമല്ല, എനിക്ക് പിന്നെ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകും? നിന്നെ കൊണ്ട് ലോകത്തുള്ള ഒരു പാഠം പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ ഇവിടെയൊക്കെ വെച്ച് നമുക്ക് ശാസ്ത്രത്തിലേക്ക് കയറാൻ പറ്റും. ശാസ്ത്രമൊക്കെ ഏതെല്ലാം രീതിയിൽ കുട്ടികൾ ഉണ്ടാക്കുന്നൊക്കെ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ജിബ്രീലിന്റെ ഒരു ഊത്തിലൂടെ ഒരു കുട്ടി ഉണ്ടാക്കി കൊടുത്ത ചരിത്രം, അതൊന്നും ശാസ്ത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. പോട്ടെ. ഉടനെ തന്നെ പറഞ്ഞു, ഇത് അള്ളാന്റെ തർത്തീബാണ്, ഇത് അള്ളാന്റെ തീരുമാനമാണ്, നിങ്ങൾക്കൊരു കുട്ടി അള്ളാഹു തരുന്നു. ബഹുമാനപ്പെട്ട മറിയം ബീവി അള്ളാഹു തആല പരിചയപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരിയാ. ഒറ്റയ്ക്കൊരു ആണിനെ അള്ളാഹ് ഇട്ട് കൊടുത്തു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇയ്യാക വൽ ഖൽവത ബിൻ നിസാ, ഇയ്യാക വൽ ഖൽവത ബിൻ നിസാ,
നിങ്ങൾ എത്ര വലിയ സൂക്ഷ്മതയുള്ള പെണ്ണാണെങ്കിലും, സൂക്ഷ്മതയുള്ള ആലിമാകട്ടെ, സാലിഹീങ്ങളാകട്ടെ, ഒറ്റയ്ക്കൊരു അന്യ പെണ്ണുമായി നിങ്ങൾ ഇരിക്കരുതേ. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ കൈകളിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം ചെയ്ത് ഞാൻ പറയുകയാ. ഇല്ലാ വസാലിസുഹുമാ അശ്ശൈത്താൻ, മൂന്നാമനായി അവിടെ പിശാച് കടന്നുകൂടും കേട്ടോ, നിങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കും കേട്ടോ. അതുകൊണ്ട് ഒറ്റയ്ക്കൊരാണും പെണ്ണും തനിച്ചിരിക്കരുതേ. നബീന റസൂലുള്ളാഹി ഈ ആയത്ത് ഓതിയതിന്റെ മഹത്വം കൊണ്ട് മറിയം ബീവി പിഴച്ചില്ല. മറിയം ബീവിക്കുണ്ടായ കുട്ടിയാര്? ഈസാ ഇബ്നു മറിയം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും പിഴച്ചിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവ്. ഉണ്ടോ? അള്ളാന്റെ റസൂൽ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിലേക്ക് കടന്നു വരുമ്പോ സഹാബാക്കൾ ഇരുന്ന് ചർച്ച ചെയ്യുകയാ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ വന്ന പ്രവാചകന്മാരെ കുറിച്ച് പൊക്കി സ്തുതി കീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഈസാ നബിയുടെ പേര് പരാമർശിച്ചതായി നബി തങ്ങൾ കേട്ടിട്ടില്ല. ബാക്കിയുള്ള പ്രവാചകന്മാരെ കുറിച്ച് സഹാബാക്കൾ പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ ചോദിക്കുകയാ, ഐന ഷഹീദ് ഇബ്നു ഷഹീദ്, ഈസാ മറിയം എവിടെ? ഷഹീദിന്റെ മകൻ ഷഹീദ് എവിടെ? അതായത് ഈസാ ഇബ്നു മറിയമിനെ കുറിച്ച് എന്തേ നിങ്ങൾ പരാമർശിക്കാത്തത്? സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന അൽ ഹസൻ വൽ ഹുസൈൻ, സ്വർഗ്ഗത്തിന്റെ ഏറ്റവും വലിയ കൂടാരത്തില്, ഏറ്റവും വലിയ തണലില്, സുബ്ഹാനല്ലാഹ്, അവിടെ പരിലസിക്കുന്ന യുവതാരങ്ങളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, സ്വർഗലോകത്തെ താരങ്ങളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. നബി തങ്ങൾ ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞുപോയി, ഈസാ ഇബ്നു മറിയം, ഈസാ നബിയും നാളെ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാൻ. മാ ഹമ്മ ബി ഖതിയ വലാ ഗമ്മ ബി ഖതിയ വലാ ഹാക ബി സദ്രിഹി ഇംറഅത്തുൻ, ഒരു പെണ്ണിനെ കുറിച്ച് തന്റെ ജീവിതത്തിൽ മനസ്സിൽ ചിന്തിക്കാത്ത ഒരേ ഒരു യുവാവ്, ഒരേ ഒരു ചെറുപ്പക്കാരൻ, അത് ഈസാ ഇബ്നു മറിയമാണ് സഹാബ. വലാ ഹമ്മ ബി ഖതിയ, ഒരു തെറ്റിനെ കുറിച്ചോ, ഒരു അശ്ലീല സ്വഭാവങ്ങളെ കുറിച്ചോ, ഒരു അശ്ലീല ഫോട്ടോയെ കാണുകയോ അത് ചിന്തിക്കുകയോ ചെയ്യാത്ത ഒരേ ഒരു ചെറുപ്പക്കാരൻ, അത് ഈസാ ഇബ്നു മറിയമാണ് സഹാബത്തെ. ഹസൻ ഹുസൈനോടൊപ്പം യുവാക്കളുടെ നിരയിൽ നാളെ സ്വർഗത്തിൽ ഈസാ നബിയും ഉണ്ടാകും സഹാബ. ചെറുപ്പക്കാരൻ എന്താ സംഭവം? പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കിട്ടുമോ? അങ്ങനെ കിട്ടുമോ? നമ്മളൊക്കെ എത്ര എണ്ണത്തിനെ ചിന്തിക്കുന്നത്? റമദാൻ ആവുമ്പോൾ തന്നെ മുന്നിൽ വന്ന് നിന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കൈ കണ്ണൊക്കെ അടച്ചാൽ ഇങ്ങനെ ഒന്ന് നോക്കും, കൂടെ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചിട്ടൊന്ന് നോക്കിപ്പോകും. ഇങ്ങനെ ഇതിലിങ്ങനെ വരുന്ന പെണ്ണുങ്ങൾ എങ്ങനെങ്കിലും ഓടിച്ച് അത് നോക്കാതിരിക്കാൻ പറ്റൂല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഓളെ കുറിച്ചും, ആര് ഒറിജിനൽ ഓളല്ല, അവളെ ചിന്തിക്കാറില്ല, മരിച്ചാൽ പോലും ചിന്തിക്കൂല, പാവം ഐറ്റം. മറ്റേ ഡ്യൂപ്ലിയെ കുറിച്ച് ചിന്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈസാ നബി ഒരു ചെറുപ്പക്കാരനാണ്. എന്താ ക്വാളിറ്റി? ഒരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്ക പോലും ജീവിതത്തിൽ ചെയ്തിട്ടേ ഇല്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കിട്ടുമോ? ഒരു പെണ്ണിനെ കുറിച്ച് ജീവിതത്തിൽ ചിന്തിച്ചിട്ടേ ഇല്ല, ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലില്ല. അതുകൊണ്ട് സ്വർഗത്തിലെ നേതാവ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുടെ കൂട്ടത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താ ഈ ക്വാളിറ്റി കിട്ടാൻ കാരണം? ഉമ്മച്ചി ഉമ്മ, ഉമ്മാടെ ഉമ്മ, ഉമ്മുമ്മ, എന്താ പറയാ, വല്യമ്മ ഓതി കൊടുത്തു. തന്റെ കുഞ്ഞിനെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഓതി കൊടുത്തു, ഇന്നി ഉഈദുഹാ ബിക് വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഓതിക്കോളി, നിങ്ങളുടെ കുട്ടികളെ എടുത്തു വെച്ചോളി. മഹാന്മാരായ മുഫസ്സിരികൾ പറയുന്നു, ഏതൊരു കുട്ടിയുടെ വലത് കാതിൽ അവൻ പ്രസവിച്ച ഉടനെ എടുത്ത് ഇത് ഓതുന്നുവോ ആ കുട്ടി വ്യഭിചരിക്കൂല, പിഴച്ചു പോകൂല. ഇനി ഓതിക്കോളി ഇൻഷാ അല്ലാഹ്.
അതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഈസാ നബി മറിയം ബീബി പിഴച്ചു പോയിട്ടില്ല, ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിലേക്ക് കടക്കാൻ തിരിച്ച്. ഇപ്പൊ മാതാപിതാക്കളാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവരിത് കൈകാര്യം ചെയ്യണം. ഇല്ല എങ്കിൽ നാളെ ആഖിറത്തിൽ എന്താകും? ഈ മാതാപിതാക്കൾ മക്കൾക്കെതിരാവും. അതാ ഞാൻ പറഞ്ഞു വന്നത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ വാലിദ യതഅല്ലഖു ബിവലദിഹി യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. കണ്ടുമുട്ടുന്ന സമയത്ത് ഈ ഉപ്പ തന്റെ മകന്റെ അരികിലേക്ക് പോവുകയാണ്. യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നി കുന്തുലക വാലിദാ വലക മുഹാമിയാ. പൊന്നുമോനെ, ഞാൻ നിന്റെ ഉപ്പയായിരുന്നില്ലേടാ. ദുനിയാവിൽ നിന്റെ ഉപ്പയായിരുന്നില്ലേ, നിന്റെ സംരക്ഷകനായിരുന്നില്ലേ. നീ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വാങ്ങിത്തന്നത് നിന്റെ ഉപ്പയല്ലേ. നിനക്ക് ആവശ്യമുള്ള വസ്ത്രം വാങ്ങിത്തന്നതും നിന്റെ ഉപ്പയല്ലേ. നിന്നെ ഉന്നതമായ പഠനങ്ങൾ നൽകി നിന്നെ ആദരിച്ചതും ഈ ഉപ്പയല്ലേ. സുന്ദരിയായ പെണ്ണിനെ നല്ല കുടുംബത്തിൽ കൊണ്ടുപോയി ഒരു കല്യാണം നടത്തി തന്നതും ഈ ഉപ്പയായിരുന്നില്ലേ. അതെ, ഫയുസ്നി അലൈഹി ഖൈറാ. ഈ മകൻ ഈ ഉപ്പയോട് പറയുകയാണ്, അതെല്ലാം ശരി തന്നെയാണ് ഉപ്പ. എന്താണ് ഉപ്പക്ക് വേണ്ടത്? അടുത്ത ഉപ്പാന്റെ അടുത്ത ചോദ്യം, ഇന്നി ഖദ് ഹതജ്തു മിൻ മിസ്ഖാലി ദർറത്തിൻ മിൻ ഹസനാതിക അൻജു മിമ്മാ തറാ. മക്കളെ വളർത്തിയിട്ട് വലിയ വിദ്യാഭ്യാസം കൊടുത്ത് ഭൗതികമായ ഉന്നത തലങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, നാളെ ആഖിറത്തിൽ ഈ മക്കളെ കൊണ്ട് പ്രയോജനമുണ്ടാവുകയില്ല. ഹദീസാണ് കേട്ടോ. പരിശുദ്ധമായ റമദാനിന്റെ 10 നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാ. അവൻ കുറച്ച് പണം ഉണ്ടാക്കി നമുക്ക് അയച്ചു തന്നത് കൊണ്ട് കാര്യം എന്താ സഹോദരാ? ഒരു ദിവസം ഈ കണ്ണടഞ്ഞു പോകുമ്പോ ഈ മുണ്ടത്ത് പള്ളി ഖബറിസ്ഥാനിൽ നമ്മുടെ മയ്യത്ത് കൊണ്ടിട്ട് എല്ലാവരും മടങ്ങി പോകുമ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ നിന്ന് നമുക്കൊരു യാത്രയുണ്ട് കേട്ടോ. വലം തുസാഫിർ അബ്അദ മിൻഹു. ഇതുപോലൊരു യാത്ര നമ്മൾ ചെയ്തിട്ടേ ഇല്ല. അത് ബർസഖിൽ നിന്ന് മഹ്ശറിലേക്കുള്ള യാത്രയാണ്. അവിടെയാണ് നമ്മുടെ മക്കളെ കാണാൻ പോകുന്നത്. അവിടെയാണ് വലിയ സംഗമം നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അവിടെയാണ് ജനസാഗരങ്ങൾ ഇരച്ചു കയറുന്നത്. അവിടെയാണ് മനുഷ്യനെ തിരിച്ചറിയുന്നത്. അവിടെയാണ് മനുഷ്യന്റെ വില മനസ്സിലാക്കുന്നത്. അവിടെയാണ് മക്കളും മാതാപിതാക്കളും തമ്മിൽ അകന്നു പോകുന്നത്. ആ ഒരു സന്ദർഭത്തിൽ എന്റെ സ്വന്തം തടിയൊന്ന് രക്ഷപ്പെടാൻ അതിനുള്ള വഴിയാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതാ വജീഅ ജഹന്നമ യൗമഇദിൻ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദി യതദക്കറുൽ ഇൻസാൻ ഫഅന്നാ ലഹു ദിക്റാ. മനുഷ്യനാളെ വിറങ്ങലിച്ചു നിൽക്കുമ്പോ വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന സമയമാണ്. തന്റെ തലയ്ക്ക് മീതെ ഗർജിച്ചു നിൽക്കുന്ന സൂര്യനാണ്. ഈ സൂര്യന്റെ ആഘാതത്തിൽ മനുഷ്യൻ ഇതാ ഉരുകിത്താഴുമ്പോ അല്ലാഹുവേ, തട്ടഹസിക്കുന്ന ആ പ്രകമ്പനം കൊള്ളുന്ന ആ നരകം ഞാൻ കാണുകയാണ് അല്ലാ. ആ നരകത്തിലെത്താൻ വാപ്പാക്ക് 99.5 മാർക്കുണ്ട്. അര മാർക്കിന്റെ വ്യത്യാസത്തിൽ ഈ വാപ്പ സ്വർഗത്തിൽ പോകാതെ കഴിയുമ്പോ തന്റെ മകനെ നേരിൽ കാണുകയാണ് മഹ്ശറ വൻസഭയിൽ. ആ മകനോട് പോയി ചോദിക്കുകയാ, യാ ബുനയ്യ, പൊന്നുമോനെ, വാപ്പാക്ക് 99.5 അമലുണ്ട് മകനെ. നിന്റെ വാപ്പയാണടാ ഞാൻ. നിനക്ക് വസ്ത്രം വാങ്ങി തന്നവനാണടാ ഞാൻ. നിനക്ക് വീട് വെച്ച് തന്നവനാണ് ഞാൻ. നിനക്ക് ദുനിയാവിൽ ജീവിക്കാൻ സൗകര്യം ചെയ്ത് തന്നവനാണ് ഞാൻ ഒരു അര ദിർഹമിന്റെ ഒരു അര ഫിൽസിന്റെ നന്മ നീ എനിക്ക് തരണേ മകനെ. ഞാൻ സ്വർഗത്തിൽ ഒന്ന് കയറട്ടടാ പൊന്നേ. വല്ലാത്ത യാചനയാണ്. വാപ്പ തന്റെ മകനോട് യാചിക്കുന്ന രംഗാണ്. 99.5 മാർക്ക് എനിക്കുണ്ട്, ഒരര മാർക്കിന്റെ വ്യത്യാസം. പ്ലീസ് പൊന്നുമോനല്ലേ, നിനക്ക് ഞാൻ വീടുണ്ടാക്കി തന്നു, വസ്തു വാങ്ങി തന്നു, സ്ഥലം വാങ്ങി തന്നു, വണ്ടി എടുത്തു, കല്യാണം കഴിപ്പിച്ചെന്നു. പ്ലീസ് നീ എനിക്കൊരു അര മാർക്ക് നീ തന്നാ മതി. നിന്റെ നന്മയിൽ നിന്ന് എനിക്ക് താ മോനെ, ഞാനൊന്ന് സ്വർഗത്തിൽ കയറട്ടെ. ആ മകൻ പറയുകയാണ്, ലാ
അസ്തതിഉ അൻ നുഅതീക മിൻഹു ശൈആ. വാപ്പാ ഉമ്മ മകനെ താലോലിച്ച് താലോലിച്ച് വളർത്തി വളർത്തി വലുതാക്കി അങ്ങ് ഉന്നത നിലയിലേക്ക് എത്തിച്ച് അവന് എല്ലാ ജോലിയും വലിയ ശമ്പളവും വാങ്ങിക്കൊടുത്തില്ലേ? നാളെ ആഖിറത്തിൽ പോകണ്ടേ? അവിടെ നിങ്ങൾക്ക് ഈ മകനെ കാണണ്ടേ? ഈ മകനോട് കെഞ്ചുകയാണ്, യാചിക്കുകയാണ്, കാലിൽ പിടിച്ച് ചോദിക്കുകയാണ്. ഒരു അര നന്മ മതി, ഒരു നന്മ വേണ്ട. മിസ്കാലു ദർറത്തിൻ മിൻ ഹസനാതിക, ഒരു കടുക് മണിയുടെ നന്മ ഈ വാപ്പാക്ക് നീ ഒന്ന് തരണേ പൊന്നുമോനെ. ഈ കാണുന്ന നരകത്തിൽ നിന്ന് ഞാനൊന്ന് രക്ഷിക്കട്ടെടാ. ഉടനെ മകൻ പറയുകയാ, ഇല്ല ഉപ്പാ, തരില്ല ഉപ്പാ. ഏതൊരു നരകത്തിന്റെ ശിക്ഷയാണോ നിങ്ങൾ കാണുന്നത്, ആ ശിക്ഷ ഞാനും ഭയപ്പെടുന്നു, ആ ശിക്ഷ ഞാനും കാണുന്നു ഉപ്പാ. എന്റെ നന്മയിൽ നിന്ന് അല്പമങ്ങാണ് നിങ്ങൾക്ക് ഞാൻ വീതം വെച്ചാൽ ഞാൻ നരകത്തിൽ പോകുമെന്ന് ഭയപ്പെടുന്നു ഉപ്പാ. അതുകൊണ്ട് ഫലാ ഉതീഖു അൻ നുഅതീക ശൈആ. اللهم ارحمنا يا ارحم الراحمين اللهم ارحمنا يا ارحم الراحمين اللهم ارحمنا يا ارحم الراحمين. അല്ലാഹുവേ, ഞങ്ങളെയൊക്കെ നാളെ നീ രക്ഷിക്കണേ പടച്ചവനെ. പടച്ചവനെ നിന്റെ ഔദാര്യം കൊണ്ട് രക്ഷിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കൾ പോലും ഞങ്ങൾക്ക് എതിരാകുന്ന ഒരു ദിവസം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവ്വൻ ലക്കും. ഖുർആൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് എതിരാവുന്ന ഒരു ദിവസം വരും. അടുത്ത കട്ടോളി. പെട്ടെന്ന് ഈ വാപ്പ തിരിയുന്ന ആരിലേക്കാണ്? മകൻ കൈയൊഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് തിരിയും. തന്റെ ഭാര്യയുടെ അരികിലേക്ക് അവൻ തിരിയുകയാണ്. എല്ലാമെല്ലാമായ തന്റെ പ്രിയതമ എവിടെ പോയാലും കൂടെ കൊണ്ടുപോകും. ഗൾഫിൽ പോണെന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് കൊണ്ടുപോയി, ദുബായിൽ പോണെന്ന് പറഞ്ഞപ്പോ അവിടെ കൊണ്ടുപോയി, ഖത്തറിൽ ഫിഫ കാണുന്ന പറഞ്ഞപ്പോ അവിടേക്കും കൊണ്ടുപോയി, ബെൻസ് വേണമെന്ന് പറഞ്ഞപ്പോ അതും വാങ്ങിക്കൊടുത്തിട്ടു, വലിയ വലിയ ഫോർച്യൂണർ വേണം അതും വാങ്ങിക്കൊടുത്തു, വലിയ വീട് വേണം അതും വേണം, AC വേണം അത് വാങ്ങിക്കൊടുത്തു. എന്ത് വേണം? മട്ടൻ വേണോ, ചിക്കൻ വേണോ, ചില്ലി ചിക്കൻ വേണോ, ചിക്കൻ റോസ്റ്റ് വേണോ, ചിക്കൻ ചാപ്സ് വേണോ, പറക്കിത്തം വേണോ, തളരൻ ചിക്കൻ വേണോ, ഏത് വേണം, എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുത്തു. ഭാര്യ തന്റെ ഭാര്യയുടെ അരികിലേക്ക് അദ്ദേഹം തിരിയുകയാണ്. യാ ഫുലാന, എന്റെ പെണ്ണേ, ദുനിയാവിൽ നിന്റെ ഭർത്താവ് ഞാനായിരുന്നില്ലേ? നീ ഇഷ്ടപ്പെട്ടത് മുഴുവനും നിനക്ക് ഞാൻ വാങ്ങി തന്നില്ലേ? നിന്നെ ഞാൻ ധാരാളം സ്നേഹിച്ചില്ലേ? നീ ദുനിയാവിൽ ആഗ്രഹിച്ചത് മുഴുവനും നിനക്ക് ഞാൻ സാധിച്ചു തന്നില്ലേ? ഒന്നും അവൾ നിഷേധിക്കൂല കേട്ടോ. ഫതുസിനി അലൈഹി ഖൈറാ, ഇതെല്ലാം നിങ്ങൾ എനിക്ക് സാധിച്ചു തന്നു എന്റെ പൊന്നിക്കാ എന്ന് അവൾ അതെല്ലാം സമർത്ഥിക്കുകയാണ്, സമ്മതിക്കുകയാണ്. ഉടനെ ഈ ഭർത്താവ് പറയുകയാണ്, എങ്കിൽ എടീ പെണ്ണേ, ഈ കാണുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അര നന്മയുടെ കുറവ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. നിന്റെ നന്മയിൽ നിന്ന് ഒരൽപ്പം തന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ. ഭാര്യയോട്, അല്ലാഹു അക്ബർ, ഭാര്യയോട് പറയാണ്, അര നന്മ പ്ലീസ്, ഒരര നന്മ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഈ കാണുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 99.5 മാർക്കുണ്ട്, അരയും കൂടെ കിട്ടിയ ഞാൻ രക്ഷപ്പെടും. പ്രിയപ്പെട്ട പ്രിയതമ പറയുകയാണ്, നിങ്ങൾ ഒരുപാട് നന്മയൊക്കെ എനിക്ക് ദുനിയാവിൽ ചെയ്തു തന്നു, ശരിയാണ്. ഈ നരകത്തിന്റെ പ്രകമ്പനം ഞാൻ കാണുകയാണ്, നിങ്ങൾ കാണുന്നത് പോലെ ഞാനും കാണുകയാണ്. ഞാനെങ്ങാനും എന്റെ നന്മ നിങ്ങൾക്ക് ഓഹരി ചെയ്താൽ എന്റെ നന്മ കുറയപ്പെട്ടവളായി ഞാൻ നരകത്തിൽ എറിയപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഫലാ ഉതീഖു അൻ ഉതീക ശൈആ, എന്റെ നന്മയിൽ നിന്ന് അല്പം പോലും നൽകാൻ എന്നെ കൊണ്ട് ആവൂല. കൈയൊഴിഞ്ഞു. ഇത്ര നാളെ വാങ്ങിക്കൊടുത്ത ചിക്കനും പോയി, ചില്ലി ചിക്കനും പോയി, ബ്രോസ്റ്റഡും പോയി, ഷവായയും പോയി, മട്ടനും പോയി, മന്തിയും പോയി, കബ്സയും പോയി, എല്ലാം പോയി. ഇല്ലാന്ന് പറ്റൂല.
ثم قرأ رسول الله صلى الله عليه وسلم ഈ സംഭവം പറഞ്ഞിട്ട് നബി തങ്ങൾ ഓതി കൊടുക്കുകയാണ് വയതദഉ മുസ്ഖലത്തുൻ ഇലാ ഹിംലിഹാ ലാ യുഹ്മൽ മിൻഹു ശൈഉൻ വലൗ കാന ദാ ഖുർബാ. എത്ര വലിയ അടുത്ത സുഹൃത്തുക്കളാകട്ടെ, അടുത്ത ബന്ധുജനങ്ങളാകട്ടെ, നമ്മുടെ നന്മയിൽ നിന്ന് അല്പം പോലും നമ്മുടെ തിന്മ ഏറ്റെടുക്കാൻ അവര് തയ്യാറാവൂല കേട്ടോ. വലാ തസിറു വാസിറത്തും വിസ്റ ഉഖറാ. ഒരാൾ മറ്റൊരാളുടെ ചുമട് നാളെ ഏറ്റെടുക്കൂല കേട്ടോ. فمن اهتدى فإنما يهتدي لنفسه ومن ضل. ആരെങ്കിലും സ്വന്തമായി അമൽ ചെയ്താൽ അത് അവർക്ക് തന്നെ ഉള്ളതാ. ഇനി അവര് മറ്റൊരാൾക്ക് അത് വീതം വെക്കുകയോ അവർക്ക് വേണ്ടി സമ്മാനിക്കുകയോ ചെയ്യുകയില്ല. ഇനി ആരാണോ പിഴച്ചുപോയത് അവന് തന്നെയാണ് കുഴി തോണ്ടിയത്. അവർ മറ്റാരെയും പഴിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധമായ ഖുർആൻ ഓതി നമുക്ക് അറിയിച്ചു തരികയാണ്. അതുകൊണ്ടാണ് ഈ വിനീതൻ നിങ്ങളോട് ചോദിച്ചത്, സൂറത്ത് യാസീൻ ഓതുന്നവരല്ലേ? ആ സൂറത്ത് യാസീൻ ഓതുമ്പോ അർത്ഥം ചിന്തിച്ചു ഓതണേ. അതിൽ ഒരായത്തുണ്ട്, ഓർത്തോ. ഇന്നു മുതൽ യാസീൻ ഓതുമ്പോ ആ ആയത്തൂടെ തന്റെ മനോമുഖരത്തിലൂടെ തെളിഞ്ഞു വരട്ടെ. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദിഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. സൂറത്ത് യാസീന മരിച്ചവർക്ക് വേണ്ടി ഓതുന്നവരാണ്, മരിക്കാൻ കിടക്കുമ്പോൾ ഓതുന്നവരാണ്, വീട്ടിൽ പാരായണം ചെയ്യുന്നവരാണ്, രാവിലെയും വൈകിട്ടും ഓതേണ്ടതാണ്. ഈ സൂറത്ത് യാസീനിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഈ സൂറത്ത് യാസീനിലെ ഒരായത്താണിത്. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദിഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നാളെ മഹ്ശറയിലേക്ക് കടന്നു വരാതിരിക്കാൻ പറ്റൂല. യൗമ യുശറു അദാഉല്ലാഹ് ഇലന്നാരി ഫഹും യൂസഊൻ ഹത്താ ഇദാ മാ ജാഊഹാ ശഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ ലിമ ശഹിദ്തും അലൈനാ ഖാലൂ അൻതഖന അല്ലാഹ് അല്ലദീ അൻതഖ കുല്ല ശൈ. അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. ആഖിറത്തിലേക്ക് പോകുമ്പോ നമ്മുടെ അവയവങ്ങൾ നമുക്കെതിരെ സംസാരിക്കുന്ന ഭാഷണമാണ് ഖുർആൻ പറയുന്നത് കേട്ടോ. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ എന്ന് അവരെ മാത്രം കുറ്റം പറയണ്ട. ഈ പ്രസംഗിക്കുന്ന ഞാനടക്കം, ഈ കേൾക്കുന്ന നമ്മളടക്കം, ഈ വന്യവയോധികരടക്കം, ഈ ഉലമാക്കളടക്കം, ഉമറാക്കളടക്കം നമ്മുടെ കൈപ്പത്തികൾ നാളെ അള്ളാന്റെ കോടതിയിൽ സാക്ഷ്യമാണ്. ഇന്ന് പഞ്ചിങ് ചെയ്യാറില്ലേ? നിങ്ങൾക്കൊരു സിം കാർഡ് വേണമെങ്കിൽ നിങ്ങൾ ആ ബൂത്തിൽ പോയിട്ട്, ആ കടയിലെ ഷോപ്പിൽ പോയിട്ട് നിങ്ങളുടെ തള്ളവരൽ ഒന്ന് വെച്ചു കൊടുത്താൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് എ ടു ഇസഡ് നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ വരുമെങ്കിൽ ഇതേ കൈകൊണ്ട് തന്നെയാണ് ആഖിറത്തിൽ നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കുന്നത്. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. നമ്മുടെ നാവ് നാളെ സീല് വെക്കപ്പെടുകയാണ്, നമ്മുടെ വായു നാളെ സീല് വെക്കപ്പെടുകയാ. പിന്നെ ആരാണ് സംസാരിക്കുന്നത്? വതുകല്ലിമുനാ അയ്ദിഹിം. കടയിൽ പോകുമ്പോൾ നമ്മളല്ല സംസാരിക്കുന്നത്. ആധാർ നിങ്ങൾ കൈയൊന്ന് വെച്ചാ മതി. റേഷൻ കടയിൽ പോയി അരി വേണോ? നിങ്ങൾ പറയണ്ട, നിങ്ങളുടെ കൈയൊന്ന് അവിടെ അമർത്തി കൊടുത്താൽ മതി. നിങ്ങൾക്ക് എത്ര ഗോതമ്പുണ്ട്, നിങ്ങൾക്ക് എത്ര അരിയുണ്ട്, എത്ര പഞ്ചസാരയുണ്ട്, എത്ര മണ്ണെണ്ണയുണ്ടെന്ന് ആ വിരലിലൂടെ നിങ്ങൾക്കറിയാൻ പറ്റും.
പറ്റും. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കൈയൊന്നമർത്തിയാൽ മതി. നിങ്ങൾ വന്നിടം മുതൽ, നിങ്ങൾക്ക് വന്ന പനി മുതൽ, നിങ്ങൾക്ക് വന്ന ചുമ മുതൽ, നിങ്ങൾക്ക് വന്ന എല്ലാ അസുഖങ്ങളും വളരെ കൃത്യമായി അവിടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് പോലെ ആഖിറത്തിൽ നമ്മളെ അല്ലാഹു ഹാജരാക്കിയിട്ട് നമ്മുടെ നാവ് സീലടിക്കപ്പെടുകയാണ്. പിന്നെ സംസാരിക്കുന്നത് ആരാണ്? തുകല്ലിമുനാ യദീഹിം, നമ്മുടെ വിരലുകളാണ് സംസാരിക്കുക. എത്ര പേർക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ട്, എത്ര പേർക്ക് അശ്ലീലങ്ങൾക്കെതിരെ സംസാരിക്കുകയാ. ഉടനെ നമ്മൾ ഈ അവയവങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ എനിക്കെതിരെ സംസാരിച്ചത്? ലിമാ, എന്തിനാണ് നിങ്ങൾ നമുക്കെതിരെ സംസാരിച്ചത്? നീ എന്റെ കൂടെ ഇരുന്നിട്ടല്ലേ ഈ തെറ്റ് ചെയ്തത്? എന്റെ കൂടെ നടന്നിട്ടല്ലേ തെറ്റ് ചെയ്തത്? എന്റെ കൂടെ കണ്ടിട്ടല്ലേ തെറ്റ് ചെയ്തത്? എന്റെ കൂടെ കേട്ടിട്ടല്ലേ നിങ്ങൾ തെറ്റ് ചെയ്തത്? എന്തിനാണ് ഞങ്ങൾക്കെതിരെ നീ സംസാരിച്ചത്? എന്തിനാണ് എന്ന് നമ്മൾ നമ്മുടെ അവയവങ്ങളോട് ചോദിക്കുമ്പോ ഖാലൂ അൻതഖനല്ലാഹ് അല്ലദീ അൻതഖ കുല്ല ശൈ. എനിക്ക് പറയാൻ ആഗ്രഹമില്ല, എനിക്ക് പറയണമെന്ന് കൊതിയുമില്ല, പക്ഷേ എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച പടച്ചവനുണ്ടല്ലോ, ഞങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞു പോയി. ഞങ്ങളപ്പോ സത്യം എന്താണോ നടന്നത് അത് ഞങ്ങൾ അങ്ങ് പറഞ്ഞു പോയി. അല്ലാതെ കളവ് പറയാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അതാണ് അല്ലാഹ് പറഞ്ഞത്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബികൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റകബക കല്ലാ ബൽ തുകല്ലിബൂന ബിദ്ദീൻ വഇന്ന അലൈക്കും ലഹാഫിളീൻ. ഓർത്തോ, നിങ്ങളുടെ അവയവങ്ങൾ സ്പർശിക്കുന്നത്, ചലിക്കുന്നത് അത് എവിടേക്കാണ്, എങ്ങനെയാണെന്ന് അറിയാൻ പ്രത്യേകമായ എഴുത്തുകാരെ നാം നിശ്ചയിച്ചിട്ടുണ്ട് കേട്ടോ. വഇന്ന അലൈക്കും ലഹാഫിളീൻ, അവർ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന എഴുത്തുകാരാണ് കേട്ടോ. കിറാമൻ കാതിബീൻ, മാന്യന്മാരായ എഴുത്തുകാരാണ് കേട്ടോ. അവർ നിങ്ങൾ യഅലമൂന മാ തഫഅലൂൻ, നിങ്ങൾ പറയുന്നതും നിങ്ങൾ പോകുന്നതും നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും മുഴുവനും അവർ അറിയുന്നവരാണ്, അവർ അത് രേഖപ്പെടുത്തി വെക്കുന്നവരാണ്. അങ്ങനെയുള്ള മാന്യന്മാരായ എഴുത്തുകാരെ മറച്ചു വെച്ചിട്ട് ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു ദിവസം വരുമ്പോ ഈ ഏടുകൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. കുല്ല ഇൻസാൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ കിതാബൻ യൽഖാഹു മൻശൂറാ. ഇന്ന് നമ്മുടെ കഴുത്തിൽ ഒരു ടാഗ് ഇട്ടതുപോലെ ഇതേപോലെ നമ്മുടെ ഓരോരുത്തരുടെ കഴുത്തില് അല്ലാഹു ഒരു ടാഗ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, അല്ലാഹു നമ്മുടെ കഴുത്തിന്റെ ഉള്ളിൽ ആ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴാണ് ഇതെടുക്കുന്നതെന്നറിയുമോ? വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ കിതാബാ, നാളെ ഖിയാമത്ത് നാളിൽ, അതായത് ഖബറിലേക്ക് നമ്മുടെ മയ്യത്ത് കൊണ്ടുവച്ചാൽ അവിടെ നിങ്ങളുടെ കാർഡ് പുറത്തേക്ക് എടുക്കുകയാണ്. കിതാബാ മൻശൂറാ, തുറക്കപ്പെട്ട പുസ്തകം പോലെ നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കപ്പെടുകയാണ്. ശേഷം നമ്മളോട് തന്നെ പറയുകയാണ്, ഇഖ്റാ കിതാബക്, നിന്റെ ഭാഗധേയമാണ് ഇത്, നിന്റെ ഫൈലാണ്, നീ വായിക്കണേ, വായിക്കണേ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ പുസ്തകം നമ്മളെ കൊണ്ട് തന്നെ വായിപ്പിക്കും.
അവിടെ നമ്മൾ എവിടെ എന്ത് ചെയ്താലും ഇതൊക്കെ സസൂക്ഷ്മം ക്യാമറ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതി വെക്കും, നിങ്ങൾ CCTVയുടെ വീക്ഷണത്തിലാണ്, നിരീക്ഷണത്തിലാണ്, ക്യാമറ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എഴുതി വെക്കും. ഇത് ഖുർആനിനെ അല്ലാഹ് നേരത്തെ എഴുതി വെച്ചു. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ക്യാമറ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോകുന്നതും വരുന്നതും എല്ലാം ആ ചിപ്പ് റെക്കോർഡ് ചെയ്യും. നാളെ നിങ്ങളുടെ മുന്നിലേക്ക് അത് കൊണ്ടുവന്ന് തുറന്നു വെക്കും, നിങ്ങൾ തന്നെ വായിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.